ഹലോ വ്യൂവേഴ്സ്, ഇന്ന് റാഗീനെ കൊണ്ടുണ്ടാക്കുന്നൊരു സ്പെഷ്യൽ ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് റാഗി കിൽസ. കർണാടകയിൽ നിന്നാണ് ഇത് അമ്മ പഠിച്ചത്. അപ്പോൾ പണ്ട് കുറേ ഉണ്ടാക്കി തരലുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് റാഗി നന്നായി കഴുകിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ആണ് ഇത് എടുത്തത്. കുതിർത്തി വെച്ച റാഗിയെ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചിരവിയതും പിന്നെ ഒരു 3 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. റാഗി അറിയുന്ന കാര്യം തന്നെ എല്ലാവർക്കും, ഇത് ഹെൽത്തിയാണ്. പിന്നെ ഈ ചൂട് സമയത്ത് ബോഡിക്ക് നല്ല തണുപ്പ് തരുന്ന സാധനം കൂടിയല്ലേ. അപ്പം ആദ്യം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത റാഗിയിലേക്ക് ഒരു അര ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അതിൻ്റെ പാല് കിട്ടുന്ന വരെ നമ്മൾ നന്നായിട്ട് അരിച്ച് എടുക്കണം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പാല് നല്ല കട്ടിപ്പാലായിട്ടാണ് കിട്ടുക. നമ്മൾ നോർമലി തേങ്ങാപ്പാലിൽ എടുക്കുന്ന രീതി തന്നെ. അതിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യത്തെ ഒരു കട്ടിപ്പാൽ പിഴിഞ്ഞെടുക്കില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെയും കട്ടിപ്പാൽ നന്നായിട്ട് കൈ കൊണ്ട് നമ്മൾ അമർത്തി പിഴിഞ്ഞ് എടുക്കണം. നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു ഗ്ലാസ്സോളം കൂടി വെള്ളം കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് മതിയാവില്ല, ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി പാലുണ്ടാവും. അപ്പോൾ അതും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ അരിച്ചെടുക്കണം. പണ്ട് ആക്ച്വലി ഇത് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് കർണാടകയിലുള്ളപ്പോൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെയാണ് ഇത് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ അമ്മ ഇത് ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ ഉണ്ടാക്കി എക്സ്പേർട്ടായി മാറി. പിന്നെ അവിടെ കുറേ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു നമുക്ക്. അവരുടെ വീട്ടിൽ നിന്നും ഇത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് നമുക്ക് കഴിച്ച് ശീലമായി തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഇത്ര ക്വാണ്ടിറ്റിയോളം നമുക്ക് അതിൽ നിന്ന് അടിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്നും കൂടി നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഒരിക്കൽ അരിച്ചെടുത്താലും ചെറിയ ചെറിയ പൊടികൾ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ രണ്ടാമതും കൂടി അരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു റാഗിയുടെ പാല് നമുക്ക് കിട്ടും. ഭയങ്കര സോഫ്റ്റും ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഹെൽത്തി ഡിഷായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. കണ്ടില്ലേ, ഏകദേശം നമുക്ക് കിട്ടിയൊരു പാലിൻ്റെ അളവാണിത്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു റാഗിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിത് വേവിച്ചെടുക്കുമ്പം കുറച്ചും കൂടി എക്സ്ട്രാ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് എടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് കണക്കായിട്ട് സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 5 ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന അത്ര അളവ് കുറച്ച് വെള്ളത്തിൽ ഈ ഒരു 5 ആണി വെല്ലം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. കർണാടകയിൽ വീട്ടിൽ ആരെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാം. വീട്ടിലാരെങ്കിലും വിരുന്നുകാരെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വെല്ലം നല്ല മെൽറ്റായി കഴിഞ്ഞു. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊപ്പരയാണ്, അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പാലിലേക്ക് വെല്ലം ആഡ് ചെയ്ത് കൊടുത്തു, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത റാഗി പാലിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കാൻ വയ്ക്കാം. 2 മിനിറ്റ് ചൂടായി വരുമ്പോൾ തന്നെ അത് കുറുകി വരാൻ സ്റ്റാർട്ടാവും. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ. ഈ ഒരു മിക്സിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചോയ്സാണ്. ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഒട്ടാണ്ട് ഇങ്ങനെ കിട്ടി വരും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ടേസ്റ്റും ഉണ്ടാവും. ഈ രീതിയിൽ നമുക്ക് ഒട്ടാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഗ്യാസ് ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ അത് നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു ലാസ്റ്റിൽ. അപ്പം അതാണ് ഈ ഒരു പരുവത്തിൽ കാണുന്നത്. അപ്പം ചൂടായി വരുമ്പോഴത്തേക്ക് ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സംഭവം റെഡിയായി. ഇനി കുറച്ച് വീതിയിലെ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയായ ഹിൽസയെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ആ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് നമ്മൾ ആ പ്ലേറ്റിലേക്ക് അത് മാറ്റണം. ഇല്ലെങ്കിൽ ഈ
തണിയും തോറും അത് ആ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വടിച്ചെടുത്ത് ആ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പ്ലേറ്റ് കണക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് തണിഞ്ഞ ശേഷം അത് കട്ട് ചെയ്ത് എടുക്കാൻ നല്ല ഈസി ആയിരിക്കും, നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലെല്ലാം വെച്ച് എടുത്താലും തണിഞ്ഞ് നല്ല എന്താ പറയുക കട്ട് ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ആക്ച്വലി ഇത് നമ്മൾ ഒരു ഗ്ലാസ് റാഗിയുടെ ഒരു അളവാണ് കണ്ടത്. ഇത് നമ്മൾക്ക് കൂടുതലെടുത്താൽ ഇതിൻ്റെ തിക്നെസ്സും, അതായത് വലിയ പാത്രത്തിൽ ഒഴിച്ചെടുക്കുമ്പം ഇതിൻ്റെ തിക്നെസ്സെല്ലാം നല്ല കട്ടിയായിട്ടുണ്ടാവും, നല്ല അലുവ പോലെ ഉണ്ടാവും കട്ട് ചെയ്യുമ്പോൾ കാണുമ്പം. അപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. കുറച്ചും കൂടി അളവ് കൂട്ടിയാൽ കുറച്ചും കൂടി തിക്നെസ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഫൈനൽ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാന്നുള്ളത് കൊപ്പര നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതെടുത്ത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. പിന്നെ കസ്കസ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക. കസ്കസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് വിതറി കൊടുത്താൽ മതി. അപ്പോൾ കടിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഒരു ഡിഷ് കൂടിയാണ്. ഇത് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ചത് കട്ടിയായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ഷേപ്പിലും കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി റാഗി കിൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thank you.